MP ഫണ്ടിലെ മുഴുവൻ തുകയും ഡീൻ കുര്യാക്കോസ് വിനിയോഗിച്ചു എന്ന പ്രചരണം നുണയാണെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി. 3.66 കോടി രൂപ ചെലവഴിച്ചിട്ടില്ലെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ മറുപടി കത്ത് നൽകിയതായി CV വർഗീസ് പറഞ്ഞു. അതേസമയം അപ്ഡേറ്റ് ചെയ്യാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നായിരുന്നു ജില്ലാ കളക്ടറുടെ വിശദീകരണമെന്ന് UDF പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച വിവാദ ചർച്ച സജീവമായിരുന്നു. ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചിട്ടില്ല എന്ന ആരോപണമാണ് ഇടതുപക്ഷം ഉന്നയിച്ചത്. എന്നാൽ ഇത് പൂർണ്ണമായി തള്ളുകയും ചെയ്തു UDF. ഒപ്പം UDF നേതൃത്വം ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ LDF-നോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരുന്നു. വിശദീകരണത്തിൽ രേഖകൾ സഹിതം മറുപടി നൽകി. ഇതിനുശേഷം ജില്ലാ കളക്ടർ നൽകിയ മറുപടിയിലാണ് 3,66 ലക്ഷം രൂപ ഡീൻ കുര്യാക്കോസ് ചെലവഴിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതെന്നും 4,11 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടില്ല എന്നതായിരുന്നു തങ്ങൾ ആദ്യം ഉന്നയിച്ച ആരോപണം. അതിൽ നിന്ന് അല്പം തുക കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. തുക പൂർണ്ണമായി വിനിയോഗിച്ചുവെന്ന പ്രചാരണമാണ് UDF നടത്തുന്നതെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഒന്നും നുണ കൊണ്ട് ജീവിക്കുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ MP വിഹിതമായി ലഭിക്കുന്ന പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഡീൻ കുര്യാക്കോസ് ശുദ്ധ പരാജയമാണെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എനിക്ക് രേഖാമൂലം തന്ന മറുപടി പറയുന്നത് 4,11 ലക്ഷം രൂപ ചെലവഴിച്ചില്ല എന്ന് പറയുന്ന വസ്തുതയല്ല. 3,88 ലക്ഷം രൂപ ചെലവഴിക്കാനുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതാനും പൈസയുടെ കാര്യത്തിലുള്ള വ്യത്യാസം മാത്രമാണുള്ളത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ടും UDF വ്യാപകമായി കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവും ഇടതുപക്ഷം ഉന്നയിക്കുന്നു. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയെങ്കിലും ആവിഷ്കരിച്ച് ഒരു നയാ പൈസ ഈ ജില്ലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊണ്ടുവന്നോ? കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കി ജില്ല ഇരുളടഞ്ഞതായിരുന്നു വികസന രംഗത്ത് എന്ന് പറയുന്ന വസ്തുതയാണ്. എന്നാൽ അപ്ഡേറ്റ് ചെയ്യാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുവാൻ പാടില്ല എന്ന LDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CV വർഗീസിനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതെന്നും വ്യാജ പ്രചാരണത്തിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും അറിയിച്ചു. റിപ്പോർട്ടർ ഇടുക്കി.